എന്താ പറയുന്നതാണ് ഈ സ്നാനത്തിന്റെ ഗുണം എന്തൊക്കെയാണ്, എങ്ങനെയാണ്? ഓക്കെ, കുംഭസ്നാനം 12 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. നമുക്കറിയാം പ്രയാഗ്രാജിലും ഉജ്ജയിനിലും അവിടെ ഇവിടെയൊക്കെ 12 വർഷത്തിലൊക്കെ നടക്കുന്ന ആ ഒരു നമ്മുടെ കുംഭമേള നടക്കുമ്പോൾ തന്നെ ആയിരുന്നു 12 വർഷത്തിലൊരിക്കൽ ഇവിടെ മഹോത്സവം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനും ഇതിനും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കണക്ഷൻ ഉണ്ട്. അവിടുത്തെ ത്രിവേണി സംഗമത്തിലെ സ്നാനം, ഇവിടെ അത് 7 നദികളുടെ സംഗമം. അതുകൊണ്ടാണ് ഇതിന് ഭാരതത്തിന്റെ പുഴയായിട്ട് മാറുന്നത്. അവിടെ ഉത്ഭവമാണെങ്കിലും മറ്റ് നദികളെല്ലാം ചേർന്ന് ഇവിടെ 7 നദികൾ ഒന്നിച്ചിട്ടാണ് ഭാരതപ്പുഴയായിട്ട് മാറിയത്. ഈ ഭാരതപ്പുഴയിൽ അന്നത്തെ കാലത്ത് സ്നാനം, കുംഭസ്നാനം എല്ലാം നടന്നിരുന്നു. ഇവിടെ നമ്മുടെ മഹാമേരുവിന്റെ ഒരെതളിന്റെ ട്രയാങ്കിളാണ് ഇവിടെ നമ്മുടെ നാവാമുകുന്ദ ക്ഷേത്രം, നേരെ അപ്പുറത്ത് നമ്മുടെ സൃഷ്ടി ആയിരിക്കുന്ന ബ്രഹ്മാവ്, തൊട്ടപ്പുറത്ത് ശിവൻ. അത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കൊരു ട്രയാങ്കിളിൽ നിൽക്കുകയാണ്. ഈ 3 ഇടയിൽ നിൽക്കുന്ന ഇത്രയും സ്ഥലത്തുള്ള പുണ്യ സ്നാനം എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ തന്നെ സമാധാനത്തിനും ഐശ്വര്യത്തിനും സ്നേഹത്തിനും അഖണ്ഡമായിട്ടുള്ള ഒരു കെട്ടുറപ്പിനുള്ളതാണ്. അത് എവിടെയോ വെച്ച് നഷ്ടം വന്നു. ഞാനിതൊക്കെ വായിച്ചറിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഒരു 271 വർഷമായെന്ന് തോന്നുന്നു അത് നിർത്തലാക്കപ്പെട്ടു. എന്റെയൊക്കെ കുടുംബത്തിന്റെ രക്തം ഇവിടെ ഒഴുകിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ചേകവരാണ്. 5 ഈ ഭാരതപ്പുഴയുടെ തീരത്ത് 5 കളറി ഉണ്ടായിരുന്നു. ഇവിടെ ജയിച്ചു പോകുമ്പോൾ ഇവിടുത്തെ രാജാക്കന്മാർ ഞങ്ങളുടെ മുതുമുത്തശ്ശന്മാർക്ക് നിലങ്ങൾ പതിച്ചു കൊടുക്കുമായിരുന്നു. അവിടെ ജീവിച്ചു വളർന്നു വന്നവർ ഇതേ സ്ഥലത്ത് സ്നാനം ചെയ്യാൻ ഇത് പുനരുദ്ധരിച്ചപ്പോൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കൊക്കെയാ. കാരണം എന്താന്ന് വെച്ചാൽ കുഞ്ഞിലേ മുതൽ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഭൂമിയാണ് കേരളം. ഈ ദൈവത്തിന്റെ ചിന്തിച്ച് നടന്ന് 20 വർഷം സന്യാസിമാരുടെ കൂടെ നടന്ന് എത്രയോ കുംഭസ്നാനങ്ങൾ, എത്രയോ ഗംഗാ ആരതികളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും. അവിടെ നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഈ കൈകൊണ്ട് കൽപ്പേശ്വര ക്ഷേത്രത്തിൽ പോലും സ്വന്തമായി പൂജ ചെയ്യാൻ ദൈവം ഭഗവാൻ എന്നെ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിക്കുന്നത് ദൈവനിയോഗമാണ്. ഞാൻ ഈ അടുത്ത കാലത്താണ് പൂർണ്ണ സന്യാസിനിയായത്. ശേഷം ഇവിടെ എനിക്ക് ഒരു വിളി വരുന്നു, ഞാൻ ഇവിടെ വരുന്നു. കാരണം നമ്മുടെ ധർമ്മമാണത്. ധർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളത് സന്യാസിമാരുടെ കടമയാണ്. കാരണം അവര് സ്വന്തം 7 തലമുറയ്ക്ക് പിണ്ടമിട്ട്, ആത്മപിണ്ടമിട്ട്, ജീവിച്ചിരിക്കുന്ന പേരക്കിടാങ്ങൾക്ക് പോലും പിണ്ടമിട്ട് ഇറങ്ങുന്നത് ഈ ലോകത്തിന് വേണ്ടിയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. അത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ അഖണ്ഡ ഭാരതത്തിൽ എല്ലാ സന്യാസിമാരും ഉത്ഭവിക്കുന്നതും ഈ സന്യാസ സമൂഹം ഇവിടെ നിൽക്കുന്നതും. അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. നിങ്ങളുടെ പൂർവ്വജന്മം മുതൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ജന്മത്തിൽ പോലും സുഹൃതങ്ങൾ ഉണ്ടാവും. കാരണം സന്യാസിമാർ ജീവിച്ചിരിക്കുന്ന ശരിയായ ദൈവങ്ങളാണ്. കാരണം അവരവരുടെ എല്ലാ പൂർവ്വ ബന്ധങ്ങളും പൂർവ്വമായിട്ടുള്ള സകലതും അറുത്തു മുറിച്ചിട്ടാണ് കാഷായ വ്യാസം ധരിച്ചു വരുന്നത്. അത് ലോകത്തിന് വേണ്ടിയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു.